നമ്മളുടെ വീട്ടിൽ നിന്ന് വളരെ ഈസിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെഡി ടു കുക്ക് ഐറ്റമാണ് എന്നിവിടെ പറയുന്നത്. ഓരോ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ആളുകൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്. ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ്, വീട്ടമ്മമാർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം. പാക്ക് ചെയ്യുക, നമ്മളുടെ ലോക്കലി ആദ്യം സപ്ലൈ ചെയ്യുക. അവരുടെ ടേസ്റ്റ് അവർ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ വായ്മൊഴിയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു നല്ല വരുമാനവും ലഭിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് വഴിയും ഇത് വിൽക്കാവുന്നതാണ്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്, അതിന്റെ പ്രൊപ്പോർഷൻ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള പറയുന്നുണ്ട്. അത് കൂടാതെ എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദോശ, ഇഡ്ഡലി, ഈ രണ്ട് സാധനവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് കേരളീയർക്ക്. ഓക്കെ, അതിന് നമ്മൾ പല തരത്തിലുള്ള കറികൾ ഉപയോഗിക്കാറുണ്ട്. സാമ്പാർ ഉപയോഗിക്കാറുണ്ട്, ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഉപയോഗിക്കാറുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം. നമ്മളിവിടെ ഒരു റെഡി ടു കുക്ക് ചട്നി പൗഡറാണ് ഉണ്ടാക്കുന്നത്. ഈ ചട്നി പൗഡർ നമുക്ക് 2-3 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇനി അതല്ല ലിക്വിഡ് ആയിട്ട് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അതായത് ഈ ചട്നി പൗഡർ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒന്നുകിൽ ലിക്വിഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഈ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കും. ആദ്യം വേണ്ടത് ഉഴുന്നുപരിപ്പാണ് 1 കപ്പ്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ് 1 കപ്പ്. വറ്റൽമുളക് വേണം ഒരു 8, 10, 12 വരെ. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങ വേണം, അതും കൊപ്ര അല്ലെങ്കിൽ നല്ലപോലെ മൂത്ത തേങ്ങ ആയിരിക്കണം, 1 കപ്പ്. പുളി വേണം, അതായത് നമ്മളുടെ വാളൻ പുളി വേണം, അത് ഒരു നാരങ്ങ വലുപ്പത്തിൽ മതിയാകും. പിന്നെ വേണ്ടത് നമുക്ക് കായമാണ്, 1 ടേബിൾ സ്പൂൺ വേണം. ഉപ്പ് വേണം ആവശ്യത്തിന്. ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് കൂടെ ഇതിന്റെ കൂടെ പ്രവർത്തിക്കും. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, ഒരു ചെറിയ ലീഫ് മതിയായിരിക്കും. പിന്നെ വേണ്ടത് എള്ളാണ്, ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ശർക്കര വേണം, 1 ടേബിൾ സ്പൂൺ. ഇത്ര ഐറ്റമാണ് ഇതിന് വേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മെയിൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപ്പുകൾ തന്നെയാണ്. ഒന്ന് ഉഴുന്നും, ഒന്ന് കടലപ്പരിപ്പും. ഇത് രണ്ടുമാണ്. ഇത് 1:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ എടുക്കുന്നത്. 1 കപ്പ് എടുത്താൽ മറ്റേത് 1 കപ്പ്, അത്രേ ഉള്ളൂ. ഇനി 1 കിലോ ആണ് എടുക്കുന്നെങ്കിൽ മറ്റേത് 1 കിലോ. ആ രീതിയിലാണ് ഇത് എടുക്കേണ്ടത്. ബാക്കി നമ്മളുടെ സ്പൈസസ് എല്ലാം, അതായത് റെഡ് ചില്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് കൂടാതെ തന്നെ എൻഹാൻസ് ചെയ്യാനായിട്ട് കുറെ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. കോക്കനട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പുളി പറഞ്ഞിട്ടുണ്ട്, പിന്നെ കായം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ടേസ്റ്റ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. പ്രത്യേകം ഒരു അളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൃത്യമാക്കി എടുക്കേണ്ടതാണ്. പിന്നെ ഉപ്പ് പറഞ്ഞിട്ടുണ്ട്, അതും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് മധുരം, അതിനുവേണ്ടി ശർക്കര പറഞ്ഞിട്ടുണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്, അതും അതേ രീതിയിൽ തന്നെ എടുക്കുക. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ നമ്മളുടെ ഉഴുന്നും കടലപ്പരിപ്പും ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങ, ചിരകിയ തേങ്ങ, നമ്മളുടെ എള്ള്, നമ്മളുടെ കറി ലീവ്സ്, കറിവേപ്പില, പിന്നെ നമ്മളുടെ വറ്റൽമുളക്, അത് 1-2 തുള്ളി എണ്ണ ഒഴിച്ച് അതും ചൂടാക്കി എടുത്ത് ക്രിസ്പി ആകുന്ന രീതിയിൽ എടുത്ത് മാറ്റി വെക്കുക. ഇതെല്ലാം ഒന്ന് തണുക്കാൻ അനുവദിക്കുക ആദ്യം. അതിനുശേഷമാണ് നമ്മൾ ഇത് പൊടിക്കുന്നത്. ആദ്യം നമ്മൾ പൊടിക്കുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളുടെ പുളി സഹിതം ഇട്ട്, നമ്മളുടെ കായം സഹിതം ഇട്ട്, ഉപ്പ് സഹിതം ഇട്ടാണ് ഇത് പൊടിച്ച് നല്ല പൗഡറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മിക്സിയിൽ പൊടിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഫ്ലോർ മില്ലിനുള്ള ബജറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ അപ്പോൾ ചിന്തിച്ചാൽ മാത്രം മതിയാകും. ഫ്ലോർ മില്ല് ചെറിയത് ആവശ്യമുണ്ടെങ്കിൽ, ഒരു 10, 15, 20, 1000 രൂപ കൊടുത്ത് കിട്ടുന്നത് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ കയറിയാൽ നിങ്ങൾക്കത് വാങ്ങിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് പൊടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ശർക്കര ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് ഒരു ചെറിയ സ്വീറ്റ്നെസ് കിട്ടും, അത്രേ ഉള്ളൂ. ഒത്തിരി വലുതില്ല, എന്നാലും ഒരു ചെറിയ വ്യത്യാസം വരും. അതും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടെയ്നറിലാക്കി മാറ്റിവെക്കുക. എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം. അതിന്റെ സ്മെല്ല്, അതിന്റെ ഗുണം ഒന്നും പുറത്തു പോകാൻ പാടില്ല. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു സാധനം, ഇങ്ങനെ ഉണ്ടാക്കിയ സാധനം പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ 2 തൊട്ട് 3 മാസം വരെ കൃത്യമായിട്ട് ഷെൽഫ് ലൈഫ് കിട്ടുന്ന സാധനമാണ്. ഇനി ഇത് പാക്ക് ചെയ്യുന്നതിന് നമുക്ക് അനുവദനീയമായിട്ടുള്ള മൈക്രോണിലുള്ള കവറുകൾ വാങ്ങിക്കാം.
സ്റ്റാൻഡപ്പ് പൗച്ചുകൾ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കുക. ലേബൽ ഒട്ടിക്കുമ്പോൾ ഒന്ന് 100% നാച്ചുറൽ നമുക്ക് എഴുതാൻ പറ്റും. ഒരു കാര്യവും നാച്ചുറൽ അല്ലാത്തതിനകത്തില്ല. സെക്കൻഡ് വൺ ഈസ് നോ പ്രിസർവേറ്റീവ്സ് യൂസ്ഡ് എന്ന് എഴുതാൻ പറ്റും. കാരണം ഒരു പ്രിസർവേറ്റീവ്സും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഉപ്പ് മാത്രമേ ഉള്ളൂ ആ ഗണത്തിൽപ്പെട്ടത്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഹോം മെയ്ഡ് ഫ്ലേവർ, അമ്മുമ്മയുടെ കൈപുണ്യം, മുത്തശ്ശിയുടെ കൈപുണ്യം എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ നമുക്ക് എഴുതിയത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം നമുക്ക് ഹോൾസെയിലിൽ വിറ്റ് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ഒരു 120 രൂപ പ്രോഫിറ്റ് കിട്ടും. റീറ്റെയിൽ ആണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് 200 തൊട്ട് 300 രൂപ വരെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അതനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക വില. പ്രത്യേകിച്ച് ഓരോ ഏരിയ അനുസരിച്ച് വിലയ്ക്കും എല്ലാത്തിനും വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആദ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ കൊമേഴ്സ്യലി നിങ്ങൾക്ക് ചെറിയ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വിൽക്കാൻ പറ്റും. പിന്നെ ഇത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ നോക്കുക. ഫുഡിന്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ.